സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇന്നിപ്പോൾ ശക്തമായ മഴയാണ് പകൽ സമയത്ത് ഉണ്ടായിരുന്നത്. പകൽ സമയത്ത് മഴ, കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഇതിൽ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും മഴ രൂപപ്പെട്ട ഒരു സാഹചര്യം, അതായത് 100 മില്ലിമീറ്ററാണ് ഒരു മണിക്കൂറിൽ, 1.5 മണിക്കൂറിനിടെ പെയ്തത്. അതും മേഘവിസ്ഫോടനമാകാമെന്നൊരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്, മഴക്കെടുതിയുണ്ട്. എന്താണ് പുതിയ അലേർട്ടിൽ പറയുന്നത്? ശ്രുതി, സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രാത്രി മുതൽ വലിയ രീതിയിലുള്ള മഴ പല ഭാഗങ്ങളിലും ലഭിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്, അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. നാളെയും 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മഴ ശക്തമാകാനുള്ളൊരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി. ഒപ്പം കനത്ത മഴ മാത്രമല്ല, മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. 40-നും 50 കിലോമീറ്ററിനും മുകളിലായി കാറ്റ് വീശാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ വേഗതയിൽ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ദുരന്ത നിവാരണ അതോറിറ്റി അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തീരദേശത്തുള്ളവരോടും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടലാക്രമണത്തിനും വലിയ തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തുടരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും ഇതേ രീതിയിൽ മഴ കനക്കുമെന്നതാണ്. നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ എറണാകുളത്ത് ഇന്ന് അതിശക്തമായ മഴ, വെള്ളക്കെട്ടൊക്കെ തന്നെ രൂപപ്പെട്ടിരുന്നു. ഇത് മേഘവിസ്ഫോടനമാണോ എന്നൊരു സംശയം ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞരടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മഴ കനക്കും, അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പൊന്മുടി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാര വിലക്ക് കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. കാലവർഷം അടുത്തിരിക്കുകയാണ്. കേരള തീരത്ത് കാലവർഷത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് നിലവിലുള്ളത്. 31-ന് മുന്നേ തന്നെ കാലവർഷം ശക്തിപ്പെടുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അതിശക്തമായ മഴ ഇന്നും വരുന്ന ദിവസങ്ങളിലുമൊക്കെ തന്നെ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന മുന്നറിയിപ്പ്. ശ്രുതി. ശരി സുനിഷ, സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട്. രാവിലെ കനത്ത മഴയായിരുന്നു എറണാകുളം ജില്ലയിൽ അടക്കം പെയ്തത്. അതുമൂലം വെള്ളക്കെട്ടടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പുതിയ അലർട്ട് പ്രകാരം വന്നിരിക്കുന്നത്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും ഒപ്പം സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.